ബന്ധുമിത്രാദികളെ കൊല്ലേണ്ടി വരുമല്ലോ എന്ന് ചിന്തിച്ച് യുദ്ധം ചെയ്യാൻ മടിച്ചു നിന്ന അർജുനനെ ഭഗവാൻ ഗീതോപദേശം നൽകി യുദ്ധസന്നദ്ധനാക്കി. ശരിയാണ്. 25 രാജ്യങ്ങളും 18 അക്ഷൗഹിണിപ്പടയും പങ്കെടുത്ത യുദ്ധത്തിൽ യുദ്ധാനന്തരം ഇരുപക്ഷത്തുമായി അവശേഷിച്ചത് 12 പേർ മാത്രം. യുദ്ധത്തിന്റെ അവശ്യ പരിണാമം അത് തന്നെയാണ്. അസംഖ്യം കുടുംബങ്ങൾ അനാഥമായി, ലക്ഷക്കണക്കിന് സ്ത്രീകൾ വിധവകളായി. ശേഷമുള്ള ജീവിതത്തിൽ അവർ എത്രമാത്രം ദുരിതങ്ങൾ അനുഭവിച്ചു കാണും. ഒരുപാട്. യുദ്ധത്തിന്റെ കെടുതികൾ അചിന്ത്യങ്ങളാണ്. രാജ്യവും സഹോദരന്മാരെയും പാഞ്ചാലിയെയും പണയം വെച്ച് എല്ലാം നഷ്ടപ്പെടുത്തിയ യുധിഷ്ഠിരന് വേണ്ടിയാണ് ഈ യുദ്ധം നടത്തിയത്. അങ്ങനെ പറയാൻ പറ്റില്ല. യുധിഷ്ഠിരൻ ചെയ്തത് തെറ്റാണെന്ന് പറയാം. ഒരിക്കലും പത്നിയെ പണയം വയ്ക്കാൻ പാടില്ല. കളിയിൽ തോറ്റാൽ നിർത്തിപ്പോണം. ഇനി എത്ര വലിയ വിഡ്ഢിത്താ ചെയ്തത്. മറുഭാഗത്തുള്ള ആള് പ്രഗത്ഭനായ കളിക്കാരനെ വെച്ച്, എന്നാ പിന്നെ താനും പ്രഗത്ഭനായ കളിക്കാരനെ വെക്കട്ടെ, കളിഭ്രാന്തുകൊണ്ട് ഞാൻ തന്നെ കളിക്കാൻ നിശ്ചയിച്ചു. അങ്ങനെ ചിലർക്ക് തോന്നും. നാളെ നമ്മളെ സുപ്രീം കോടതിയിൽ മമതാ ബാനർജി വാദിക്കാൻ പോയ പോലെ പ്രഗത്ഭനായ വക്കീലുണ്ട്, അയാൾ വാദിച്ചോളൂ, അയാളെ മാറ്റി വെച്ചിട്ട് വാദിക്കാം. സുപ്രീം കോടതി പറഞ്ഞാലും നിങ്ങൾ പോയിക്കോളൂ. സുപ്രീം കോടതിക്ക് തന്നെ സഹിക്കാൻ കഴിയും. വീഡിയോ കണ്ടവരുണ്ടാവുമെന്ന് വിചാരിക്കുക. അറിയാത്ത പണിക്ക് പോകണം. ഇപ്പൊ പ്രഗത്ഭനായൊരു കളിക്കാരനെ വെച്ചാൽ പോലെയായിരുന്നു യുധിഷ്ഠിരന്. അതിന് പകരം കളിഭ്രാന്ത് കൊണ്ട് കളിച്ചു. എന്നിട്ട് പത്നിയെ അടക്കം പണയം വെച്ചു. എന്ത് അധികാരമായിട്ടുള്ളത്? ഇതൊക്കെ തെറ്റാണ് ചെയ്തത്. പക്ഷേ അയാൾക്ക് വേണ്ടിയിട്ടല്ല യുദ്ധം ചെയ്തത്. ഒരിക്കലുമല്ല. മറിച്ച് ന്യായമായി ലഭിക്കേണ്ടത് ഒരു തരത്തിലും ലഭിക്കാതെ വന്നപ്പോൾ, സാവധാന ഭേദങ്ങളെ കൊണ്ടൊന്നും ലഭിക്കാതെ വന്നപ്പോഴാണ് യുദ്ധം അനിവാര്യമായി പാണ്ഡവരിൽ കെട്ടിവെക്കപ്പെട്ടതാകുന്നത്. അത് ദുര്യോധനന്റെ കുട്ടിവാശിയാണ്. അതിൻ്റെ അർദ്ധരാജ്യം പോയിട്ട്, ഒരു ഗ്രാമം പോയിട്ട്, 5 വീട് പോയിട്ട്, ഒരു വീട് പോലും വെച്ചു കൊടുക്കാൻ തയ്യാറല്ലാത്ത ആ ദുർവാശിയുടെ പരിണാമമാണ് ആ യുദ്ധം. പാഞ്ചാലിയെ അപമാനിച്ചപ്പോൾ ദുര്യോധനൻ അടിമകളായി തീർന്ന ഭീമനും അർജുനനും നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്നു. ഭഗവാന് ഗാന്ധാരിയുടെ വക ശാപവും കിട്ടി. ഈ യുദ്ധം ഒഴിവാക്കേണ്ടതായിരുന്നില്ലേ? ഇത് കഥയായിരുന്നെങ്കിൽ നമ്മൾ ഈ ചോദ്യം ചോദിക്കുകയായിരുന്നു. ഇതൊരു കഥയായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ചോദിക്കാം, ഈ കഥാകൃത്ത് എങ്ങനെയായിരുന്നില്ലേ എഴുതേണ്ടിയിരുന്നെന്ന് ചോദിക്കാം. ഇത് കഥയല്ല, ഉണ്ടായതാണ്. ഉണ്ടായതിനെ പറ്റി ഇങ്ങനെ എഴുതിയിരുന്നെന്ന് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? ഇന്നിപ്പോ നോക്കൂ, എത്ര ലക്ഷം പേർക്കാണ് ഇപ്പോൾ വയസ്സുള്ളത്. എത്രായിരം പേര് ഇന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ടാവും. ഇങ്ങനെയായിരുന്നോ വേണ്ടിയിരുന്നെന്ന് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? അത് നടക്കുകയാണ്, നടന്നതാണ്, സംഭവമാണത്. ശരി.